ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുക, ഇതൊക്കെ നമ്മൾ ജനുവരി മാസത്തിൽ ജനുവരിയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ പവറായിട്ട് ചെയ്യണ കാര്യമാണല്ലേ. അപ്പം ഞാനും ചെയ്യാൻ പോവാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പ്ലാനർ ഉണ്ടാക്കുകയാണ്. പ്ലാനർ ഉണ്ടാക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ, മിക്ക പ്രാവശ്യവും ഞാൻ ചെയ്യാറുള്ളതാണ്. അധികം ഞാൻ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ പ്ലാനർ ഇല്ലാത്തൊരു കാര്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ബോക്സസ് വരച്ചു തന്നത് മോളാണ്. 31 ബോക്സസിന് പകരം 33 വരച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, 2-3 ബോക്സ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ റെസൊല്യൂഷനായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, പക്ഷെ നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും നമുക്ക് വേണ്ടി ടൈം എടുക്കൽ കുറവാണല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കും, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഞാൻ ഈ വർഷം ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ബോക്സുകൾ വരച്ച് കൊടുത്തതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഗോൾസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് 6 ബോക്സസാണ് വരച്ചിട്ടുള്ളത്, 6 ദിവസത്തേക്ക് കേട്ടോ. ഇതൊരു ആഴ്ചയാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലാണ്ട് മാസമൊന്നുമല്ല. പിന്നെ ബുക്കുകൾ വായിക്കാനുള്ളത്, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ സ്കില്ലുകൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് 21 ഡേ ചലഞ്ചാണ്. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ആപ്പാണ് കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഇതെന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു ഫീലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെയാണ് ഒരു ടാസ്കിൽ നമുക്ക് തരാം. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം എന്ന് പറയുന്നത്, ഇത് ഉച്ചയ്ക്കാണ് ഞാൻ തുറന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് കാണിച്ചത്. റിഫ്ലക്റ്റ് ഓൺ ദ അമേസിങ് തിങ്സ് യു ഓൾറെഡി ഡിഡ് ദിസ് ഇയർ. അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ കുറച്ച് ടൈം കൊടുത്തിട്ട് ഒന്ന് ഇരുന്നിട്ട് ചിന്തിച്ച് അങ്ങനെ ഒന്ന് ചിന്തിക്കുക, ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ലൈഫിൻ്റെ ആ ഒരു ഇതാണ്. അപ്പം 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുക, ഉറങ്ങുന്നതിന് മുന്നേ 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കിട്ടിയത് കേട്ടോ. അങ്ങനെ 21 ദിവസത്തെ ഒരു ഹാബിറ്റ് ട്രാക്കർ അല്ലെങ്കിൽ ലൈഫ് ട്രാക്കർ തന്നെയാണ്. അപ്പം ഞാൻ 3 എണ്ണമാണ് എടുത്തത്, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ റിഫ്ലക്റ്റ് ചെയ്യുക, അതായത് 2023 റിഫ്ലക്റ്റ് ചെയ്യുക. പിന്നെ ആ 2023 നമ്മൾ എന്തൊക്കെയാണ് നേടിയത്, 5 കാര്യങ്ങൾ എഴുതാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി എഴുതി കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാനങ്ങനെ നമ്മുടെ റിലേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട്, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ, അങ്ങനെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് മൂവി നൈറ്റ്, പിന്നെ ബിൽഡ് എ ബ്ലാങ്കറ്റ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ശീലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. കുറച്ച് വായന കൊണ്ടുവരിക, വീടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി വെക്കുക, ഇതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക, സ്കിൻ കെയർ ചെയ്യുക, അതുപോലെ ഹെയർ കെയർ ചെയ്യുക, റുട്ടീനായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോവുക, മുന്നോട്ടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുക, പ്രകൃതിനൊക്കെ ഒന്ന് സ്നേഹിക്കുക, പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങി ജീവിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞങ്ങൾ പാണിയേലിക്ക് പോയ വീഡിയോ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മുമ്പ് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, ഡീപ്പ് ക്ലീനിങ് സ്കെഡ്യൂളാണ് കേട്ടോ. അപ്പോൾ ഈ സ്കെഡ്യൂൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വിട്ടുപോകും, അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണ്. പിന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ ഒന്ന് വർത്തമാനം പറയണത് നല്ലതാണ്. നമ്മളോട് തന്നെ സംസാരിക്കുക, നമുക്ക് എന്താ പറയുക, സുന്ദരിയാണ് എന്നൊക്കെ ഒന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യുന്നത് നല്ലതാട്ടോ. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതായത് നമ്മുടെ ഹോബീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 2023 നമ്മുടെ ജോലി തീർത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇരിക്കാം എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടോ. നമുക്കിഷ്ടപ്പെട്ടത് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം ഞാനും കുറേ ഓടി, അതായത് ഞാൻ വിചാരിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജോലിയെല്ലാം തീർത്തിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊരിക്കലും എനിക്ക് നടന്നിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് ടൈം നമുക്ക് വേണ്ടിയിട്ട് എടുക്കുക. ജോലി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും.
അതേ നടക്കുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഹോബീസ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു ആർട്ട് വർക്കുകൾ, നമ്മളിൽ എന്താണോ കഴിവുള്ളത്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിരിക്കാം, പാടാനായിരിക്കാം, ഡാൻസ് ചെയ്യാനായിരിക്കാം, നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പലതും നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ജോലി തിരക്കുകളും കാര്യങ്ങളും, മക്കളെ നോക്കുന്നതിൻ്റെ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, വീട് നോക്കുന്നത്, ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകുമ്പോൾ നമ്മളെ തന്നെ അങ്ങോട്ട് മറന്നിട്ടാണ് ജീവിക്കുന്നത് പലപ്പോഴും. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹസ്ബൻഡിന് സന്തോഷം കിട്ടുന്നത് അവർ ചെയ്യാറുണ്ട്, നമ്മുടെ മക്കൾക്ക് സന്തോഷം കിട്ടുന്നത് അവർ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ എന്താ കുഴപ്പം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയും ചെയ്യാനുള്ളൊരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മുടെ ബോഡീനെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കഴിവുകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഹോബീസിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒന്ന് സ്പിരിച്വൽ ആവുക, ദൈവത്തോട് അടുക്കുക, കുറച്ചും കൂടിയും നന്ദിയുള്ളവരാവുക. ഇതൊക്കെയാണ് ഈ ഒരു വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ റിസൊല്യൂഷനൊക്കെ എടുത്തോ? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? നിങ്ങൾ എങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുന്നത്? എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റുകൾ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ചൊന്ന് റീച്ച് ആയതിനു ശേഷം ഫ്രീസായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ബൈ.